ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പനീർ കൊണ്ടൊരു മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് പനീർ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തീ കൂട്ടി വെച്ച് അടി പിടിക്കും, നല്ലപോലെ ഇളക്കി വറുത്തെടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതേ പാനിലേക്ക് ഞാൻ 2 വലിയ ഉള്ളി, 3 പച്ചമുളകും, കുറച്ച് വലിയ ജീരകവും, 5-6 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം 2 തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഒരു പകുതി വേവാകുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തീ ഓഫാക്കിയതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കാം. അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി വറുത്ത അതേ പാനിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പനീർ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് 1 സ്പൂണ് നെയ്യും പിന്നെ മല്ലിയില, കറിവേപ്പിൻ്റെ ഇല അതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ